വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്. ആ പദ്ധതിക്കായി ഒറ്റയടിക്ക് 13,000 കോടി രൂപ മുതൽ മുടക്കാൻ ഒരു ലോകോത്തര കമ്പനി രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷേ അങ്ങനെ വരുന്നവരെയെല്ലാം സ്വീകരിച്ചിരുത്തി പണം വാങ്ങിച്ചു വെക്കാൻ വി ഡി സതീശൻ സർക്കാർ തയ്യാറുമല്ല. പറഞ്ഞു വരുന്നത്, സർക്കാരിനെ അറിയിക്കാതെ അദാനി മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് കരുതണ്ട എന്ന മുന്നറിയിപ്പാണ് ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ നൽകിയത്. അതായത് ഗൗതം അദാനി ഈ രാജ്യത്തെ വിലക്ക് വാങ്ങുന്നുവെന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിന് കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. പാവങ്ങളുടെ പണമെല്ലാം എടുത്ത് പണക്കാരായ അദാനിക്കും അംബാനിക്കും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേ അദാനിക്ക് എവിടെ പോയാലും തട്ടിപ്പ് നടത്താൻ കിട്ടും എന്ന് ഒന്നും അർത്ഥമില്ല. മോദിയോട് ഒത്ത് കൂട്ടുകച്ചവടം നടത്തുന്നത് പോലെ കേരളത്തിൽ വന്ന് തട്ടിപ്പ് നടത്താമെന്ന് വിചാരിക്കേണ്ട എന്ന വളരെ വ്യക്തമായ മറുപടിയാണ് ഇന്ന് വി ഡി സതീശൻ ഗൗതം അദാനിക്ക് നൽകിയിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അതിലെ കേരളത്തിലെ താൽപ്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാൻ ആണത് ചെയ്യുന്നത്. ആ പദ്ധതി നടത്തിപ്പിന് അദാനി കരാറിലുണ്ട് എന്ന് കരുതി അദാനിയുടെ തോന്നിയാസങ്ങളെല്ലാം നടത്താനുള്ള അധികാരമൊന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി വിൽക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സർക്കാരിനോട് അദാനി ഗ്രൂപ്പ് അനുമതി ഇതുവരെ തേടിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടം 2028 പൂർത്തിയാകുമെന്നും അതിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് മണിക്കൂറുകളായി കേരളം ആഘോഷിക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ, അതായത് അദാനി കമ്പനിയുടെ 49% ഓഹരികൾ MSC കമ്പനി വാങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ കരാറുകളും കാര്യങ്ങളും ഒന്നും അറിയാത്തവർ കേരളത്തെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങളൊക്കെ അറിയാം. അദാനിയുടെ 49% ഓഹരി MSC കമ്പനിയുടെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്കായി അദാനി പോർട്ടുമായി കൈകോർക്കുന്നത്. ആകെ 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ MSCയുടെ നിക്ഷേപം 13,000 കോടി രൂപയാണ്, അതായത് 49%. ഈ രാജ്യത്തെ തുറമുഖ അടിസ്ഥാന സൗകര്യ വികസനം മേഖലയിലെയും ഏറ്റവും ഉയർന്ന നിക്ഷേപമാണ് ഈ കണ്ടത്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരി വാങ്ങി എന്നുള്ളതാണ് അറിയുന്നത്. ആകെ $2.85 ബില്യൺ മൂല്യമുള്ള പദ്ധതിയിൽ MSCയുടെ ഉപകമ്പനിയായ ടിൽ നിക്ഷേപിക്കുന്നത് $1.397 ബില്യൺ ആണ്. ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 13,000 കോടി രൂപ. അതാണ് അവരുടെ നിക്ഷേപം. BOT കരാർ പ്രകാരം 40 വർഷത്തേക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പുകാരായ അദാനി പോർട്ടിന് 49% ഓഹരി വിൽക്കാൻ അങ്ങനെ അനുവാദം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ വ്യവസ്ഥ പാലിച്ചാണ് 13,000 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അദാനിയല്ല, അതിനപ്പുറമുള്ള ആളായാലും ഇങ്ങനെയുള്ള കരാറൊക്കെ നടക്കുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിനെ അറിയിച്ചിരിക്കണമെന്നും അതില്ലാത്ത പക്ഷം ഇതൊരിക്കലും നടപ്പിലാകില്ല എന്നും മുഖ്യമന്ത്രി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സഭയിൽ വച്ച്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ലോകോത്തര കണ്ടെയ്നർ കമ്പനി ഏറ്റവും വലിയ ഉത്സാഹത്തോടെ തന്നെ കേരളത്തിൽ കോടികൾ കൊണ്ടുവന്ന് ഒഴുക്കുമ്പോഴും അത് തോന്നിയ പോലെ നടക്കില്ലെന്നും എല്ലാ ഫയലുകളും മേശപ്പുറത്ത് കിട്ടണമെന്നും അത് നിയമപ്രകാരം ഫയൽ നീങ്ങുമെന്നുമുള്ള മുന്നറിയിപ്പാണ് സതീശൻ നൽകിയിരിക്കുന്നത്. സഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ ഉറപ്പും അതിൻ്റെ വിശദീകരണവും നമുക്കൊന്ന് കേട്ടുനോക്കാം. കേരളത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കുമ്പോൾ ഈ MSC ഒരു കപ്പൽ കമ്പനിയാണല്ലോ. ആ കപ്പൽ കമ്പനിയുമായി പോർട്ട് ഓപ്പറേറ്റർ കൂടിയായ കൺസെഷണർ അദാനി കൂട്ടുടമസ്ഥതയിലാകുമ്പോൾ ഇവിടെ ഒരു കുത്തക അവകാശം മൊണോപ്പൊളി സ്ഥാപിതമാവുകയാണ്. കേന്ദ്രവുമായി നമ്മൾ നടത്തിയ ചർച്ചകളിൽ ഇതിൽ വലിയ തോതിലുള്ള എക്സ്പാൻഷൻ പദ്ധതികൾ സർക്കാർ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ സർക്കാരിനും വേറെ തടസ്സമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകോത്തര മാതൃകയിൽ മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി നാം വൻതോതിൽ വളരും. ഇതാണ് ചർച്ചകളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇതാണെങ്കിൽ എതിർച്ചയിൽ പോകും, അത് ശങ്കിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മൾട്ടി ഓപ്പറേറ്റർ പോയിട്ട് മൾട്ടി ക്ലൈൻറ്റൈൽ പോലും ഇല്ലാതെയാവും. എന്താണ് നാം കാണേണ്ടത്.
വികസന സാധ്യതകൾ ചുരുങ്ങുകയാണ്, മത്സരക്ഷമത തകർക്കപ്പെടുകയാണ്, മൊണോപ്പൊളി വല്ലാതെ വേര് പിടിപ്പിക്കുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. മാത്രമല്ല, ഒരാശങ്ക കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ, മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഇത് വഴിവെക്കും. കാരണം അദാനിയുടെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പുള്ള പോർട്ട് ഇത് മാത്രമാണ്, ബാക്കിയെല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം സ്വന്തമാണ്. ഇങ്ങനൊരു കമ്പനിയുമായിട്ടുള്ള ഒരു മൊണോപ്പൊളി സാധ്യമാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട 2035 മുതലാണെങ്കിലും നമ്മുടെ സർക്കാരിന് വരുമാന വിഹിതം കിട്ടണമല്ലോ, അതിൽ കൃത്രിമമായി കുറവ് വരുത്താനും ഇടയാകില്ലേ എന്നതും നാം ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5(3) വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് വിതൗട്ട് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി. അതോറിറ്റി ഈസ് ദ ഗവൺമെന്റ് ഓഫ് കേരള. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്ന 75%-ലേറെ പോയാൽ ഇവിടെ അക്വിസിഷൻ ഓഫ് 25% ഓർ മോർ ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ കൺസെഷനെയർ വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂട്ട് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്. 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ച് ആണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അത് വന്നിട്ടില്ല. പരിശോധിക്കാൻ വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലുള്ള ചില ഉത്കണ്ഠകളുണ്ട്. ആ ഉത്കണ്ഠകൾ കൂടി നമ്മൾ പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ഈ എഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റി. 2 പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. നാഷണൽ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കൂടി അനുമതി ഇതിന് വേണ്ടി വരും 2 പ്രാവശ്യം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി മാത്രമല്ല, ഈ അനുമതി കൂടി വേണ്ടി വരും. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങ് തുണി കാണിച്ചു, പക്ഷെ ഭയങ്കരമായി അത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കോമൺ യൂസർ ഫെസിലിറ്റി അവിടെ ഉണ്ടാകും. ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂസർ ഫെസിലിറ്റി ആണ് അവിടെ ഉണ്ടാകണം. അവിടെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകാതെ ഒരു മൊണോപ്പൊളി, ഒരു കുത്തക അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ കമ്പനിക്ക്. ആ കുത്തക ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റാണ്, സംസ്ഥാന സർക്കാരാണ് ഉറപ്പുവരുത്തേണ്ടത്. വിവേചനരഹിതമായി എല്ലാ ഇതിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതായത് ഷിപ്പിംഗ് ലൈൻസ് ഉണ്ട്, വെസൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഷിപ്പേഴ്സ് ഉണ്ട്, കൺസൈനീസ് ഉണ്ട്, ഫ്ലൈറ്റ് ഫോർവേഡേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വിവേചനരഹിതമായ സ്ഥലം ഒരു കോമൺ സ്ഥലമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കോമൺ ഫെസിലിറ്റി ഉണ്ടാകണം. ഒരു കുത്തകയായി, കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണം. കുത്തകയായി ഈ കമ്പനിയുടെ കുത്തകയായി മാറരുത് ഒരു കാരണവശാലും. പിന്നെ ഈ കമ്പനി വെറും ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ മാത്രമല്ല, അവർ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കമ്പനിയാണ്. അവർ ഏതെല്ലാം രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മൾ ഒരു 5 കാര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ആസ്പെക്ട് 1. 2 പൊതു താല്പര്യം. നേരത്തെ ഇപ്പം ഞാനിവിടെ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാകണമെന്നുള്ള കാര്യം. പിന്നെ നല്ല ഫെയർ കോമ്പറ്റീഷൻ, നല്ല മത്സരാധിഷ്ഠിതമായി അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവണം. 4ാമത്തേത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല, എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. 5ാമത്തേത്, നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു കാഴ്ചയോട് കൂടിയ അതിന്റെ ഒരു വികസനത്തിന്റെ ആസ്പെക്ട് കൂടി. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാന താല്പര്യവും നമ്മുടെ വരുമാനത്തിന്റെ താല്പര്യവും അവിടെ ഒരു മത്സര അടിസ്ഥാനത്തിൽ നമ്മുടെ പോർട്ടിന് പുറത്തുള്ള ആക്ടിവിറ്റികൾ കൂടി നല്ല ഗൗരവതരമായി നമുക്ക് കൈകാര്യം ചെയ്യാനും മറ്റ് കമ്പനികൾക്ക് വരാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ ഇതിനുള്ള അംഗീകാരം ഈ സർക്കാർ കൊടുക്കുകയുള്ളൂ.